PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നമുക്കറിയാവുന്നതായിരുന്നു. കേരള സർക്കാർ അതിൽ ഒപ്പുവെക്കാൻ തീരുമാനിക്കുകയും പിന്നീട് CPI അതിലെ ഉയർത്തിയ എതിർപ്പുകളുമൊക്കെ വലിയ ചർച്ചയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു വെളിപ്പെടുത്തൽ കൂടി ഉണ്ടായിരിക്കുകയാണ്. രാജ്യസഭയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ആ വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കേരളവും കേന്ദ്രവും തമ്മിലുള്ള പാലമായി വർത്തിച്ചത് ജോൺ ബ്രിട്ടാസ് MP ആയിരുന്നു എന്നാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിൽ അറിയിച്ചത്. ശിവൻകുട്ടി തന്നെ വന്ന് കാണുകയും ഇതിൽ ഒപ്പുവെക്കാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ കേരള സർക്കാരിൽ ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് ഇവർ പിൻവാങ്ങിയെന്നുമാണ് ധർമ്മേന്ദ്ര പ്രധാൻ പറയുന്നത്. ബ്രിട്ടാസ് ഈ ആരോപണങ്ങൾ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞതിനെ ശരിവെച്ചിട്ടുണ്ട്. ഞാൻ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഒരു പാലമായി തന്നെയാണ് വർത്തിച്ചിരുന്നത്, പക്ഷേ ഈ കരാർ ഒപ്പിടുന്നതിലേക്കുള്ള പാലം ഞാനായിരുന്നില്ല എന്ന് കൂടിയിട്ട് ബ്രിട്ടാസ് അതിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതിലേക്കാണ് നിഷാദ് ബ്രിട്ടാസ് ഇതിന് മറുപടി നൽകിയിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കൂടാതെ വേറൊരു ചാനൽ സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് കൂടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് ഡൽഹിയിൽ നിന്ന് പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെ നമ്മൾ വലിയ കടുപ്പക്കാരനും അത്രയും കടുത്ത നിലപാടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നതല്ല. അവിടെ നല്ല അഭിനയസിദ്ധി വേണം. അത്തരത്തിലുള്ളൊരു അഭിനയസിദ്ധിയിലൂടെയാണ് ഈ കേരളവും കേന്ദ്രവും തമ്മിലുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതെന്ന് കൂടിയിട്ടാണ് ബ്രിട്ടാസ് പറയുന്നത്. ശരിക്കും ഒരു CPM പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് ഇങ്ങനെ ഒരു പ്രതികരണമാണ് ഇതിൽ നടത്തേണ്ടത്. കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നമ്മുടെ രാഷ്ട്രീയത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നാണ്. അല്ല, ഒന്നാമത്തെ കാര്യത്തിനകത്ത് ബ്രിട്ടാസിനെ മാത്രമായി ഈ വിഷയത്തിൽ നമ്മൾ വലിച്ചെടുത്ത് മാറ്റിവെച്ച് വിമർശിക്കുന്നതിലെ യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല. PM ശ്രീയുമായി ബന്ധപ്പെട്ട് തന്നെ മൊത്തത്തിലെടുക്കണം. ഇൻ ടോട്ടൽ PM ശ്രീയിൽ CPIM എന്ന് പറയുന്ന പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരും സ്വീകരിച്ച നിലപാടെന്താണ്? അവരുടെ പ്രഖ്യാപിത നിലപാടിൽ വെള്ളം ചേർക്കുകയും ആരും അറിയാതെ PM ശ്രീ നടപ്പിലാക്കാമെന്ന് കേന്ദ്രത്തോട് സമ്മതിക്കുകയും ഒപ്പിടുകയും അതിൻ്റെ ഫണ്ട് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ് നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തെ ഇരുട്ടത്ത് നിർത്തി, കേരള ക്യാബിനറ്റിനെ ഏതാണ്ട് ഇരുട്ടത്ത് നിർത്തി, ജനറൽ പബ്ലിക്കിനെ ഇരുട്ടത്ത് നിർത്തി, ആരും അറിഞ്ഞിട്ടില്ല. അതായത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി PM ശ്രീ അപകടകരമാണെന്ന് ചിന്താ മാഗസിനിൽ ഒരു ലേഖനം എഴുതി പബ്ലിഷ് ചെയ്ത ദിവസത്തിൻ്റെ തലേ ദിവസമാണ് ഈ ഒപ്പിടൽ നടന്നിരിക്കുന്നത് എന്ന കാര്യം ഓർക്കണം. ഉദ്യോഗസ്ഥൻ പോയി അവിടെ ഒപ്പിടുന്നത്. അപ്പോൾ ഏതാണ്ട് എല്ലാവരെയും ഇരുട്ടത്ത് നിർത്തിക്കൊണ്ട് CPIMൻ്റെ പാർട്ടിയകത്തെ ചില പ്രധാനപ്പെട്ട ആൾക്കാർ മാത്രം, LDF പോലും അറിയാതെ, സർക്കാരിലെ പ്രധാനപ്പെട്ട ആൾക്കാരും അറിയാതെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പരിപാടി. ജനങ്ങളോട് പറഞ്ഞത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയവിതാണ്, CPIMൻ്റെ നയവിതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനപ്പുറം പേര് ഒപ്പുവെച്ചാണ്. ആ ഒപ്പുവെക്കാൻ ആവശ്യമായിട്ടുള്ള പേപ്പർ എടുത്ത് കൊടുത്താറ്, മഷി നിറച്ച് കൊടുത്താറ്, അതിനിടപെട്ടതാറ് എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. അത് ബ്രിട്ടാസ് ആയിക്കോട്ടെ, വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഇതൊരു പ്രശ്നമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയാണ്, കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയാം. കേരളത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസിംഗ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗമായിരിക്കാം. പക്ഷേ ബേസിക് സംഗതി ഇവിടെ നിൽക്കുന്നു. അത് PM ശ്രീയുമായി ബന്ധപ്പെട്ട എന്താണോ ഇന്നലെ വരെ CPIM പറഞ്ഞുകൊണ്ടിരുന്നത് അത് NEP നടപ്പിലാക്കാനുള്ള ഒരു കുറുക്കു വഴിയാണ്. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കേന്ദ്ര വിദ്യാഭ്യാസ നയം എന്ന് പറയുന്ന സംഗതി കാവ്യവൽക്കരണത്തിൻ്റെ ഭാഗമാണെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നവർ, പഠിപ്പിച്ചുകൊണ്ടിരുന്നവർ, അവർ അതിൽ നിന്ന് മറുകണ്ഠം ചാടിപ്പോയി ഒപ്പിട്ടു. എന്തുകൊണ്ടാണ് CPI അറിയിക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് ക്യാബിനറ്റിനെ വിളിച്ചു വെച്ചത്? എന്തുകൊണ്ടാണ് ജനങ്ങളെ വിളിച്ചു വെച്ചതെന്നുള്ള ചോദ്യത്തിന് ഇനിയും ഉത്തരം വന്നിട്ടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിൽ സംഭവിച്ച ദുരൂഹമായ ഏർപ്പാട് എന്താണെന്ന് ക്വസ്റ്റ്യൻ ഉത്തരവില്ലാതെ ഇപ്പോഴും അവിടെ കിടക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം ബ്രിട്ടാസാണ്. ബ്രിട്ടാസ് അതിനുവേണ്ടി അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. ബ്രിട്ടാസിനെ പോലെ ഒരാളെ അവിടെ MP ആക്കുന്നതിന് പിന്നിൽ എന്താണ്? കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥരുമായിട്ട് മെച്ചപ്പെട്ട ബന്ധം നിലനിർത്തുക, അത്തരം ആശയവിനിമയങ്ങൾ നടത്തുക എന്ന ഉദ്ദേശം ഉറപ്പായിട്ടും അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വാർത്താവിനിമയ മന്ത്രിയുമായിട്ടുള്ള തൻ്റെ ബന്ധത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് എന്ന് നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ലൈസൻസിങ്ങിൻ്റെയൊക്കെ ബന്ധം അവിടെയുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്. അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തുകയും കേരളത്തിന് ആവശ്യമായിട്ടുള്ള സംഗതികൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയും തർക്കങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹം PM ശ്രീയുമായി ബന്ധപ്പെട്ട് CPIMൻ്റെ നിലപാട്, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്, സംസ്ഥാന സർക്കാർ ഒരു താല്പര്യം അറിയിച്ചു, നമുക്ക് ഇങ്ങനെ പോകാൻ കഴിയില്ല, നമ്മുടെ ഫണ്ടുകളൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, PM ശ്രീയിൽ ഒപ്പുവെച്ചിട്ടായാലും നമ്മൾ SSKയുടെ ഫണ്ട് കിട്ടുന്നെങ്കിൽ അത് വാങ്ങിക്കണം, അതിനാവശ്യമായിട്ടുള്ള ഒരു ഡീൽ ഉണ്ടാക്കണം. അദ്ദേഹം പോയിട്ട് സംസാരിക്കുന്നു, ശരി ഞങ്ങൾ ഒപ്പുവെക്കാം, മറ്റ് ഫണ്ടുകൾ തരണം എന്ന് പറയുന്നു, ധാരണ ഉണ്ടാക്കുന്നു, ഒപ്പുവെക്കുന്നു, ആരും അറിയാതെ ചെയ്തു കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇദ്ദേഹം മാത്രമായി എന്തോ കേരളത്തിൻ്റെ മതനിരപേക്ഷ മനസ്സിനെ ഒറ്റുകൊടുത്ത ഒരാളാണ് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. സംസ്ഥാന സർക്കാർ അതിനകത്ത് എടുത്തിട്ടുള്ളൊരു പൊസിഷൻ എന്ന് വെച്ചാൽ കാശ് എങ്ങനെയും കിട്ടണം, കാശ് കിട്ടാൻ കുറച്ചൊക്കെ നയപരമായ കോംപ്രമൈസ് എടുക്കാമെന്ന് പറയുന്ന തമാശയിലേക്ക് സത്യത്തിൽ CPM അവിടെ എത്തിപ്പോയി. CPM ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണമായി നടപ്പിലാക്കാൻ കഴിയാത്ത വിധം പല സ്ഥലത്തും ഒരു കോംപ്രമൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ അവരിവിടെയും കോംപ്രമൈസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ഉപാധി, ഒരു വഴി ഇദ്ദേഹമായിരുന്നു എന്ന് കാണാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നെയാണ്, അദ്ദേഹം സംഖ്യയാണ്, അദ്ദേഹം സംഘപരിവാറിൻ്റെ ആളായി മാറിയിരിക്കുന്നു എന്നൊക്കെ ആക്ഷേപിക്കുന്നത് ഒരു നിലയ്ക്കും യുക്തിയില്ലാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം വളരെ നിശ്ചിതമായ നിലപാട് സംഘപരിവാറിനെതിരെ സഭയിൽ സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് എല്ലാവരും അതിൻ്റെ ഒരു പരിപാവനതയെക്കുറിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നു, കോൺഗ്രസ്സുകാർ പോലും.
അപ്പോൾ നിങ്ങളുടെ രാമൻ എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ രാമനല്ല എന്ന് ലോക്സഭയിൽ രാജ്യസഭയിൽ ഉറക്കെ പ്രസംഗിച്ച ആളാണ് ഈ ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം നിശിതമായ വിമർശനത്തിന് എന്താ പറയുന്നത്, ഈ പറയുന്ന സർക്കാരിനെ നേരെ കടുത്ത വിമർശനം ചൊരിയുന്ന എന്തുമാത്രം പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുകയും അത് ലോക്സഭാ പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ ട്രെൻഡിങ് ആവുകയും ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യസഭാ പ്രസംഗങ്ങളുടെ കൂട്ടത്തിൽ. സോ അതുകൊണ്ട് അദ്ദേഹം ഒരു സംഘപരിവാർ ഐഡിയോളജിയുടെ ഭാഗത്ത് ചേർന്നതുകൊണ്ട് കേരളത്തെ ഒറ്റുകൊടുത്തുന്നൊക്കെയുള്ള വിമർശനം പരിധി കവിഞ്ഞ വിമർശനമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ലോക്സഭയിലെ പെർഫോമൻസ് ഇഷ്യൂ, ദേശീയ തലത്തിലെ പെർഫോമൻസ് ഇഷ്യൂ ഒക്കെ ആണെങ്കിൽ അത് വിമർശിക്കുന്ന ലീഗുകാർ പോലും സ്വയം ഓഡിറ്റ് ചെയ്യണം. അദ്ദേഹം തന്നെ പറയുന്ന പോലെ ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് നോക്കൂ, കേരളത്തിലെ കോൺഗ്രസിനകത്ത് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാളും തിരുവനന്തപുരത്ത് MP ആണ് ശശി തരൂർ. അദ്ദേഹം എന്താണ് ഇന്ത്യ മുന്നണിയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും അവസാനം ഇപ്പോൾ കൂടി കണ്ടു. അദ്ദേഹം ഇന്ത്യ മുന്നണിയെ പോലും വിമർശിക്കുകയാണ്. മോദിയെ പുകഴ്ത്താനാണ് അദ്ദേഹത്തിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊന്നും കാണാത്ത ഇവിടെ ഈ ജോൺ ബ്രിട്ടാസിൽ കാണുന്നതിൽ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ബ്രിട്ടാസിനെ മാത്രമല്ല ചുരുക്കി കാണുന്നത്, ബ്രിട്ടാസിനെ ഞാൻ അങ്ങനെ വലിയ കുറ്റവാളിയായി കാണുന്നില്ല. പക്ഷേ PMCയുടെ കാര്യത്തിൽ കേരളത്തെ ഈ സർക്കാർ വഞ്ചിച്ചിട്ടുണ്ട് എന്നുള്ള പോയിന്റ് അവിടെ നിൽക്കും. ആ പോയിന്റ് ഇതിനിവിടെ മറന്നു കളയാൻ പറ്റുന്നൊന്നല്ല എന്നാണ് ഞാൻ പറയാം. എന്താ സാർ, ഇതൊരു PMCയുടെ മാത്രം കാര്യമല്ല. ഇപ്പോൾ ലേബർ കോഡുമായിട്ട് ബന്ധപ്പെട്ട് കൂടിയിട്ട് രാജ്യസഭയിൽ തൊഴിൽ മന്ത്രി കൂടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അതിൻ്റെ ചട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തീരുമാനിച്ച സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണെന്ന്. പിന്നെ അത് സംബന്ധിച്ചിട്ടുള്ള കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിന് പുറത്ത് പ്രതിഷേധം നടത്തിയ MP മാരോ അവരുടെ സർക്കാരോ അല്ലെങ്കിൽ രേഖാമൂലമുള്ള ഒരു പരാതി പോലും ആരും സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് കൂടിയിട്ട് പറയുന്നുണ്ട്. മൊത്തത്തിൽ ഇത്തരം പദ്ധതികളിൽ ഒരു ഇരുട്ടിൽ നിർത്തൽ ഉണ്ടാകുന്നില്ല കേന്ദ്രവും കേരളവും. കാരണം UDFും മുസ്ലിം ലീഗും കോൺഗ്രസും ഉന്നയിക്കുന്ന CPM BJP ബാന്ധവം എന്ന ആരോപണത്തിനെ ബലപ്പെടുത്തില്ലേ ഈ ഒരു സംശയം? ഇന്നലെ സികേഷ് പറഞ്ഞ ഈ തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഇന്നലെ പ്രസ്താവന നടത്തുന്ന രസകരമായൊരു കോണ്ടക്സ്റ്റിലാണ്. ഈ പറയുന്ന ലേബർ കോഡിനെതിരെ ഇടതുപക്ഷ MP മാർ പ്രതിഷേധം ഉയർത്തുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇതിന് ആദ്യം ചട്ടമുണ്ടാക്കിയത് കേരളമാണ്, ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ചട്ടങ്ങളുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ പരാതി ആരെക്കുറിച്ചാണെന്നറിയോ? ബംഗാൾ മാത്രം ചട്ടം ഉണ്ടാക്കിയില്ല, അവർ ഞങ്ങളോട് സഹകരിക്കുന്നില്ല. അതിൽ നിന്ന് മനസ്സിലാവും എന്താണ് ഇന്ത്യയിൽ ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തോട്, BJP രാഷ്ട്രീയത്തോട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന പദ്ധതികളോട് വിവിധ രാഷ്ട്രീയ പാർട്ടികളും അവർ ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങളും സ്വീകരിക്കുന്ന സമീപനം എന്താണെന്നാണ് ശരിക്കും മൻസുഖ് മാണ്ഡവ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊന്നും വലിയ പരിഹാസ്യമൊരു കാര്യമുണ്ടോ? ഇടതുപക്ഷ MP മാർ ഈ ലേബർ കോഡിനെതിരെ ബഹളം ഉണ്ടാക്കുക, അപ്പോൾ തൊഴിൽ മന്ത്രി വന്ന് പറയുക ഞങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ പിന്തുണ കിട്ടിയത് നിങ്ങളുടെ സംസ്ഥാനത്താണെന്ന് കേട്ടോ എന്ന് പറയും. അതേക്കാൾ വലിയൊരു വൈക്ലഭ്യം ഈ പറയുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ലഭിക്കാനില്ല. അപ്പോൾ നോക്കൂ, ശ്രീകേഷ് പറഞ്ഞതുപോലെ ഏതാണ്ട് എല്ലാ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇതേ സമീപനമാണ് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അത് ഈ പറഞ്ഞ PMശ്രീയുടെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ പഞ്ച് ഡയലോഗുകൾ അടിക്കുക, അവിടെ കാര്യത്തോടെ എടുക്കുമ്പോൾ സംഗതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ്. EWS ഇപ്പോൾ EWS ആദ്യമായി നടപ്പിലാക്കിയത് കേരളത്തിലാണെന്ന് ഞാൻ പറഞ്ഞു, കള്ളാണെന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടക്കുന്നുണ്ട്. EWS ഞങ്ങളാണ് കേട്ടോ ആദ്യം നടപ്പിലാക്കിയതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന എക്സ് ഹാൻഡിൽ അദ്ദേഹം എഴുതിയത് ഇപ്പോഴും ഈ നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ എക്സ് ഹാൻഡിലുണ്ട്. എന്നിട്ട് ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ നിലയിൽ ഇത്തരത്തിലുള്ള കേന്ദ്ര പദ്ധതികളാണെങ്കിലും കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണെങ്കിലും അതിലുള്ള രാഷ്ട്രീയ അപകടങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള യാതൊരു ആലോചനയുമില്ലാതെ അതിൻ്റെ പിറകെ കൂടുക, ചിലപ്പോൾ മറച്ചു പിടിച്ചുകൊണ്ട് അത് നടപ്പിലാക്കുക, ഇതിന് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. GST വന്നപ്പോൾ അതിനെ സൈദ്ധാന്തികവൽക്കരിച്ച് അതിനെ മഹത്വവൽക്കരിച്ച് ഏറ്റവും അധികം സംസാരിച്ചത് ആരാണ്? തോമസ് ഐസക്കാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പറയുന്ന രാഷ്ട്രീയം വിവിധ പദ്ധതികളിലൂടെ വിവിധ സർക്കുലറുകളിലൂടെ കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ച് ഏതെങ്കിലും നിലക്കുള്ള ഇടതുപക്ഷ ജാഗ്രത ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിൽ ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് എന്താ ചെയ്തത്? ഈ പറയുന്ന PMശ്രീ ആരും അറിയാതെ നമുക്ക് നടപ്പിലാക്കിയെടുക്കണം എന്നുള്ളത് ആരുടെ താല്പര്യമാണ്? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യമാണ്. ഇപ്പോൾ ജോൺ ബ്രിട്ടാസ് MP ആയി പോയപ്പോൾ ഞാൻ ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞ കാര്യമുണ്ട്. ജോൺ ബ്രിട്ടാസ് സാങ്കേതികമായിട്ടാണ് MP ആയിട്ട് പോകുന്നത്. അദ്ദേഹം ആക്ച്വലി പോകുന്നത് എന്താണ്? പിണറായി വിജയൻ്റെ ലൈസൺ ഓഫീസറായിട്ടാണ് പോകുന്നത്. കാരണം പിണറായി വിജയൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ്, ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളാണ്. അപ്പോൾ ലൈസൺ ഓഫീസറായിട്ട് ഡൽഹിയിൽ ഒരാൾ ഉണ്ടായിരിക്കുക അത് മോശം കാര്യമൊന്നുമില്ല. അയാൾ MP പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടെ സൗകര്യങ്ങൾ കിട്ടും. പിന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിവിധ മന്ത്രാലയങ്ങളിൽ മന്ത്രിമാരുമായിട്ട് മാത്രമല്ല ഹയർ അവിടുത്തെ സെക്രട്ടറിമാരുമായിട്ടും ഉയർന്ന ഉദ്യോഗസ്ഥരുമാരുമായിട്ടൊക്കെ എളുപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഫയലുകൾ എളുപ്പം നീക്കാനൊക്കെ പറ്റുന്ന അതിനുവേണ്ടി ലൈസൺ നടത്താൻ പറ്റുന്ന ഒരാൾ അവിടെ ഉണ്ടാകുക എന്നുള്ളത് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ അത് അദ്ദേഹത്തെ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിച്ചു. അത് പക്ഷേ ആരും അറിഞ്ഞിരുന്നില്ല. കേരളത്തിൽ വിവാദമായൊരു കാര്യമാണ്. അത് മന്ത്രി തന്നെ സഭയിൽ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന വൈക്ലഭ്യം അത് അദ്ദേഹം അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
എന്താ പറയുക, ഒരു സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം രാജ്യസഭയിൽ നടത്തുന്ന ഗംഭീരമായിട്ടുള്ള പ്രഭാഷണങ്ങളാണ്. കേന്ദ്ര സർക്കാരിനെതിരെ, RSSൻ്റെ നയങ്ങൾക്കെതിരെ, കേന്ദ്ര സർക്കാർ പദ്ധതികൾക്കെതിരെ ഗംഭീരമായി സംസാരിക്കുന്ന മികച്ചൊരു പാർലമെൻറ്ററിയനാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വലിയ തോതിൽ ആളുകൾ ആകർഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഈ അത്ര എളുപ്പം സെല്ല് ചെയ്യാൻ പറ്റില്ല എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഇതിന് ഈ സ്വന്തം ഘടകകക്ഷിയായിട്ടുള്ള CPIയെയും LDFൻ്റെ ക്യാബിനറ്റിനെയും കേരള ജനതയെയും എല്ലാം ഇരുട്ടിൽ നിർത്തി നടപ്പിലാക്കിയ ഒരു പദ്ധതിക്ക് വേണ്ടി അവിടെ പോയി പാലം പണിതെന്നുള്ള എൻ്റെ വാക്കല്ല, മന്ത്രിയുടെ വാക്കാണ്. അവിടെ പോയി പാലം പണിതത് നിങ്ങളായിരുന്നല്ലോ എന്ന ചോദ്യം ജോൺ ബ്രിട്ടാസ് അഭിമുഖീകരിക്കേണ്ടി വരും. അദ്ദേഹത്തിന് വ്യക്തിപരമായൊരു നഷ്ടമാണ്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ഒറ്റത്തിരിച്ച് ആക്രമിക്കുന്നത് ശരിയുമല്ല. പക്ഷേ അതിന് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കരിയറിൽ, കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ഇമേജ് ബിൽഡിംഗ് ഉണ്ടായിട്ടുള്ളത് ഒരു ഫൈറ്റർ എഗെയിൻസ്റ്റ് മോഡി റെജീം എന്നുള്ള ഒരു ഇമേജിനെ ഇത് വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ആ വിമർശനം അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വരും, സ്വാഭാവികമാണ്. അത് രാഷ്ട്രീയ വിമർശനമാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഈ നിലക്കുള്ള നിലപാടുകൾക്കെതിരെ, നയങ്ങൾക്കെതിരെ വിമർശനം വരുമ്പോൾ അത് കേരള പോലീസിൻ്റെ സംഘീവൽക്കരണമാകട്ടെ, ഈ പറയുന്ന കേന്ദ്ര പദ്ധതികൾ അങ്ങനെ തന്നെ നടപ്പിലാക്കുന്ന ഒരു ആലോചനയുമില്ലാതെ നടപ്പിലാക്കുന്ന കാര്യത്തിലാകട്ടെ, ഇതിലൊക്കെ വിമർശനങ്ങൾ വരുമ്പോൾ അയ്യോ ഞങ്ങളെ സംഖ്യയാക്കുന്നേ എന്ന് കരയുകയും വിലപിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ CPMൻ്റെ പ്രോപ്പഗൻഡ മെഷീനറി എടുത്തിരിക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്. ഏത് വിമർശനം ഉന്നയിക്കപ്പെടുമ്പോഴും ഞങ്ങളെ സംഖ്യയാക്കുകയാണ്, എല്ലാവരെയും സംഖ്യയാക്കുകയാണ്, ഇങ്ങനെ എല്ലാവരെയും സംഖ്യയാക്കി എന്താ ചെയ്യുക എന്ന കൂട്ടക്കരച്ചിൽ അതൊരു രാഷ്ട്രീയ പ്രതിരോധമാവില്ല. വിമർശനം ഉണ്ടാകുമ്പോൾ നയങ്ങൾക്കും പരിപാടികൾക്കും അല്ലെങ്കിൽ നയവൈകല്യങ്ങൾക്കുമെതിരെ വിമർശനം ഉണ്ടാകുമ്പോൾ ആ വിമർശനത്തെ അതിൻ്റെ മെറിറ്റിൽ കാണുകയും അതിനെന്താണ് മറുപടി ഉള്ളത്, അല്ലെങ്കിൽ അതിനെന്താണ് ഞങ്ങളുടെ ഭാഗത്ത് പറയാനുള്ളത് എന്ന് പറയുക എന്നുള്ളതല്ലാതെ ഞങ്ങളെ സംഖ്യയാക്കുന്ന എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് അതൊരു വില കുറഞ്ഞ പരിപാടിയാണ്. അതെ, കേന്ദ്രവും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കാര്യങ്ങൾ ഒരു പാലമാകുന്നതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിൽ ഇത്തരത്തിൽ രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉയർത്താതെ വെറും ഒരു പാലം മാത്രമാകുമ്പോൾ പുറത്തു നിന്നുള്ള ഇത്തരം വിമർശനങ്ങൾ കൂടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവർ കേൾക്കേണ്ടി വരും. അതാണ് പറയാനുള്ളത്.